അത്രയ്ക്ക് മോശമായ കാര്യമാണ്. എന്റെ ലൈഫിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. സന്തോഷ് വർക്ക് ഇതാ പ്രപ്പോസ് ചെയ്ത പെൺകുട്ടി എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ചേട്ടൻ എന്താണ് ഈ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രണയം ലീഡിംഗ് ടു മാരേജ്. പ്രണയം ലീഡിംഗ് ടു മാരേജ്. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. എടാ, ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തൂടെ? ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊരാളോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ വ്യക്തിയാണ് ആദ്യം അറിയേണ്ടത്. ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടി ആരാ പഠിപ്പിച്ചത്? തനിക്ക് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശ കാര്യമാണ്. പെണ്ണ് കെട്ടാൻ വേണ്ടി വെള്ളയും വെള്ളം കിട്ട് ഇറങ്ങിയിരിക്കുന്നു മരക്കഴുത. ഞാൻ ഒരുപാട് ഇതിൽ ശ്രമിച്ചു നോക്കി, പലരോടും വിളിച്ചു ചോദിച്ചു, നമ്പർ കിട്ടിയില്ല. ഒന്ന് വൃത്തിയിലാണെന്നപ്പോ ഞാൻ എഴുതിയതാ. ഒരു പടുമുള പോലെ വളർന്നത് കൊണ്ടാവും എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ എപ്പോഴും എനിക്കിഷ്ടമാണ്. നൊന്തു എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും. അങ്ങനത്തെ ഒരു ദുഷ്ടനാണ് ഞാൻ. ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. ഏതെങ്കിലും രീതിയിൽ അഫക്റ്റഡ് ആണെങ്കിൽ സോറി പറയണം. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാനും നോക്കാം അടുത്ത പണി. പിന്നെ ഒരു സെക്കൻഡ് ഞാനിവിടെ നിൽക്കൂല. പതുക്കെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. നമ്മുടെ ഷാറുഖ് ഖാൻ, ഗൗരി ഖാൻ, ലേഞ്ച് അങ്ങനെയല്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇപ്പൊ എത്രാമത്തെ പെൺകുട്ടിയോടാണ് തോന്നുന്നത്? അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ഇപ്പൊ എന്നോട് തോന്നുന്നത് സീരിയസ് ആണെന്ന് കുറച്ചു മുമ്പ് ചേട്ടൻ പറഞ്ഞിരുന്നു. ഓ, നിത്യമേനൻ കഴിഞ്ഞാൽ പിന്നെ സീരിയസ് ആയിട്ട് തോന്നിയത് സ്നേഹരാജിയോടാണ്. എല്ലാവരും നിമിത്തമാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ ഇമേജ് വളരെ മോശമായി. കാരണം എനിക്കിപ്പോ ഒരു മാരേജ് ഇറക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഒരു വീട്, ഭാര്യ, കുടുംബം എന്നൊക്കെ പറയുന്ന പല ആഗ്രഹങ്ങളുണ്ടേ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. അപ്പം ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ചേട്ടൻ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചില്ല തനിക്ക് താല്പര്യം ഉണ്ടോന്ന്. താൻ എന്തേ കാണിച്ചേ? ഒരാടെ മുറിയിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാ? അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടണ്ടേ? ഞാൻ വന്ന് മുട്ടില്ലോ. കുട്ടി ഇരിക്കൂ. നിങ്ങൾക്ക് എന്നോ ഫ്രണ്ടായിട്ടോ ഏത് രീതിയിലും കാണാം. പുറത്തു മാഞ്ഞ് ഉള്ളി തനി ആഭാസൻ. എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയാ? മതി, നിർത്തടി. എന്റെ മൈൻഡിൽ അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കിയ ആളോട് എനിക്ക് എങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും? ഒരുപാട് പേര് ചോദിച്ചു, മീഡിയക്കാർ ഒരുപാട് പേര് ചോദിച്ചു. എനിക്ക് തോന്നുന്നില്ല ചേട്ടൻ ഒരുപാട് സെർച്ച് ചെയ്തു. ഇതൊക്കെ പഠിക്കണ്ടേ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ സംഭവം കണ്ടത്. ചേട്ടനോട് പ്രണയം തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തോന്നുന്നില്ല. കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനോട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല. എനിക്ക് ചേട്ടനോടൊരു പ്രണയമില്ല, താല്പര്യമില്ല, ഒരു ഫ്രണ്ടായിട്ടും കാണാൻ താല്പര്യമില്ല. വെറുതെ നടന്നിരുന്ന് എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് നിനക്ക് അവളോട് പ്രേമൊന്നുമില്ല. പിന്നെന്താ? എനിക്കത് പറ്റണ്ടേ? അവളെന്റെ മനസ്സിൽ പോകണ്ടേ? കുഴപ്പമായി എന്നാ തോന്നുന്നത്. I have a sibling. ഒരു ഫോൺ കോണ്ടാക്ട്? No. നിങ്ങളെപ്പോലുള്ള പിള്ളേര് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയി പെരുമാറണമെന്ന ഇച്ഛായന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. Even though it is painful, I respect your decision. Okay. And I am glad that you told it early. Thank you. And I am glad that you told it early. Thank you. ആ കഴുത്തെ കോണാൻ എന്താ ഇംഗ്ലീഷ് പറഞ്ഞേ? അതറിയാമായിരുന്നേ നിങ്ങളെ കൊണ്ട് വളമുണ്ടാക്കാൻ നടക്കുകയില്ലായിരുന്നല്ലോ. വല്ല കോളേജിൽ പഠിപ്പിക്കാൻ പോകത്തില്ലായിരുന്നു. നിങ്ങൾ നോ പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരാളോട് മാത്രമേ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റൂ. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റു എന്ന് വിചാരിക്കണ്ട. മനസ്സിലായില്ലേ? ഇതെന്നാട്ടോ? മയിലാട്ടോ പത്രിക, പുലിയാട്ടോ പത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ? മാർഗം കളി.